ഹലോ ഫുട്ബോൾ ഫാൻസ്, ആർസണൽ ഫാൻസ്, എല്ലാവർക്കും മല്ലു ടോക്സ് ആർസണലിന്റെ മൂന്നാമത്തെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോ കണ്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീക്കിലെ ക്രൂഷ്യൽ ആയിട്ടുള്ള മാച്ചിനെ കുറിച്ചും പിന്നെ കുറച്ചധികം സംഭവങ്ങളും ട്രാൻസ്ഫർ ന്യൂസും കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ നമുക്ക് അധികം ടൈം ഒന്നും കളയാനില്ല, പെട്ടെന്ന് തന്നെ നമ്മളെ ഡൈഹാർഡ് ആർസണൽ ഫാനിനെ വിളിക്കാം. ദീപക് ബ്രോ, പ്ലീസ്. യെസ്, ഹലോ ബ്രോ. യെസ്, അങ്ങനെ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് ഇപ്പം തോന്നുന്നത്? ആസ്റ്റൺ വില്ല മാച്ച് വരുന്നുണ്ട്. ബ്രോന്റെ ഒരു പേടിയുണ്ടോ? പേടിയൊന്നുമില്ല, റിവെഞ്ച് മോഡ് ഓൺ. അതാണ് മോഡ് ഓൺ. അത് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി റിവെഞ്ച് മോഡ് ഓണുള്ള കാരണം കഴിഞ്ഞ വർഷം നമുക്ക് അവരെ കളിച്ച് 2 പ്രാവശ്യം കളിച്ചതില് നമുക്ക് കിട്ടിയ പോയിന്റ് മുട്ട. ഒരു പോയിന്റ് പോലും അവരുടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഭയങ്കര. ഒരു കളിയെങ്കിലും ജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ചാമ്പ്യന്മാരായിട്ട് ഞാൻ ഗ്രീൻ സ്ക്രീനിൽ ഇപ്പൊ ഒരു കപ്പിന്റെ ട്രോഫി വെച്ചിരുന്നേനെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതല്ല സംഭവിച്ചത്. സോ എനിവേസ്, നമുക്ക് ഇപ്പൊ പഴയതിനെ കുറിച്ച് ആലോചിക്കാൻ സമയമില്ല, പുതിയതിനെ കുറിച്ച് സംസാരിക്കാം. ആർസണൽ വേഴ്സസ് ആസ്റ്റൺ വില്ല അറ്റ് വില്ല പാർക്ക്. സാറ്റർഡേ ആണോ യെസ്, UK ടൈം 9:30. 5:30 ഇന്ത്യൻ ടൈം ഒരു 9-10 o'clock ആണ്. ഓക്കെ, പറയൂ. അപ്പൊ എന്താണ് മാച്ചിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷനും ബിൽഡപ്പും ഒന്ന് നമുക്ക് കേൾക്കാം. ബ്രോന്റെ ഇനീഷ്യലി ബിൽഡപ്പിന് മുന്നേ ഒരു ഗുഡ് ന്യൂസ് നമുക്ക് കിട്ടിയേക്കുന്നത് മെറീനോ ഡീൽ ഡൺ ആയെന്ന് അറിഞ്ഞു. യെസ്, അത് ഹിയർ വി ഗോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഫെബ്രീസിയോ, പിന്നെ കുറെ ജേർണലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അറിയാൻ പറ്റുന്നത് ഒരു വിങ്ങർ ആസ് എ സാക്ക ബാക്കപ്പ് നല്ലപോലെ നോക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു. പ്ലസ് മേ ബി എ റൂമർ ഓർ സംതിങ്, ഒരു സ്ട്രൈക്കറിന് ചിലപ്പം ലാസ്റ്റ് ഡേ ട്രാൻസ്ഫറിൽ നടക്കാൻ ചാൻസ് ഉണ്ട്. ഓൺലി ഇഫ് റാംസ്ഡെയിൽ ആൻഡ് മറ്റേ എൻകെറ്റിയുടെ ഡീല് നടന്നാൽ മേ ബി ഒരു ചാൻസ് ഉണ്ടെന്ന് കാണുന്നു. സോ ഹോപ്പ്ഫുള്ളി അപ്പൊ നമ്മുടെ സെക്കൻഡ് സൈനിങ് ഓഫ് ദി സീസൺ ആയിരിക്കുന്നു. ഓക്കെ, നമുക്ക് ട്രാൻസ്ഫറിന്റെ അതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. പക്ഷെ ആദ്യം തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ആസ്റ്റൺ വില്ല, ഉനായ് എമറി, എന്താ പറയാ, ഒരു ഹിസ്റ്ററി ഒക്കെ ഉണ്ട് നമുക്ക്. ഉനായ് എമറി ആയിട്ട് നമുക്ക് അത്ര നല്ല ഹിസ്റ്ററി അല്ല എല്ലാ അർത്ഥത്തിലും. അപ്പോ പറയൂ, ബ്രോയുടെ അഭിപ്രായം എന്താണ്? ഇതൊരു കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ദ സെയിം ടീം കളിക്കാൻ പോണത്. ദർ ഇസ് നോ മച്ച് ബിഗ് ഡിഫറൻസ് ഫോർ ആർസണൽ അഗെയിൻസ്റ്റ് വൂൾസിന്റെ ആസ്റ്റൺ വില്ല. സോ അവർക്കെതിരെ 2 കളി തോറ്റതിന്റെ ആ വിഷമം ആ പ്ലെയേഴ്സിൽ കാണണം എന്നെനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ലാസ്റ്റ് സീസണിൽ തോറ്റ ആ ഗെയിംസ് സത്യം പറഞ്ഞാൽ നമുക്ക് വിട്ടുകളയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആസ് എ ഫാൻ ഓക്കെ ഫൈൻ, അത് വിട്ടുകളയാം. ബട്ട് ഫോർ പ്ലെയേഴ്സ് ആ ഒരു മൊമെന്റ് ഇല്ല. കഴിഞ്ഞ 2 ഗെയിംസും നമ്മൾ തോറ്റ 2 ഗെയിംസും മനസ്സിൽ വെച്ച് ദേ ഷുഡ് ഹാവ് ദാറ്റ് എക്സ്ട്രാ ഫൈറ്റ് ടു വിൻ ദ ഗെയിം എന്നാണ് എനിക്ക് ബേസിക്കലി ഇനീഷ്യൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പറയാൻ എനിക്ക് തോന്നുന്നത് ബേസിക്കലി. സോ അതെന്തിനാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 ഗെയിമും നമ്മൾ കളിച്ചത് നമ്മൾ അലമ്പായിട്ടോ അല്ലെങ്കിൽ പൂർ അല്ലായിരുന്നു സത്യം പറഞ്ഞ. ആ ഗെയിമിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതിന്റെ അങ്ങേയറ്റം ചാൻസസ് 2 ഗെയിമിലും ക്രിയേറ്റ് ചെയ്തു. 2 ഗെയിമിലും നമ്മൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ 2-0 നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത് അത്രത്തോളം ചാൻസസ് മിനിമം 2-0 ആയിരുന്നു. അത്രത്തോളം ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റാനുള്ള ഒരു മിസ്റ്റേക്ക് അത് ഈ ഒരു വീക്കിൽ നടക്കാൻ പോണ ഗെയിമിൽ ഉണ്ടാവരുത്. കിട്ടുന്ന ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. സോ ഈവൺ ഇഫ് മറ്റേ അമഡു അവന്മാർക്ക് ഇപ്പൊ വന്നിട്ടുണ്ട്. സോ അവന്റെ ആ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ പോലും വി ആർ മച്ച് ബെറ്റർ സൈഡ്. എന്തർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഫ്രം ഫോർവേഡ് ടു അവർ ബാക്ക്വേർഡ് ലൈൻ ടു അവർ ഗോൾ കീപ്പർ. കറക്റ്റ്. ഞാൻ പക്ഷെ അതിനെ നോക്കി കാണുന്നത് ഈ സീസണില് അവർക്ക് വലിയൊരു പ്ലെയറാണ് മിസ്സിംഗ് ആയത്. അവരുടെ ട്രാൻസ്ഫറിൽ
ഈ പ്രാവശ്യം അവർക്ക് ഡഗ്ലസ് ലൂയിസ് ജുവന്റസ് ജോയിൻ ചെയ്തത് ഭയങ്കര ഒരു മിഡ്ഫീൽഡിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ അവർ അഡ്രസ് ചെയ്തത് നല്ലൊരു പ്ലെയർ ഒനാനെ വെച്ചിട്ട് തന്നെ അവര് അഡ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒനാന സെറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ അവരുടെ ഫസ്റ്റ് മാച്ച് വെസ്റ്റ് ഹാമായിട്ടുള്ള കളി ഞാൻ കണ്ടില്ല. അവർ ജയിച്ചു 2-1. പക്ഷെ ആ കളി ഞാൻ ഒനാന സ്കോർ ചെയ്തു. ആക്ച്വലി ഒനാന ആ കളി സ്കോർ ചെയ്തു. പക്ഷെ നമുക്ക് ഒരു ബിഗർ സൈഡുമായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഒനാനയ്ക്ക് അത് ഇത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. പിന്നെ അവർ ഫുള്ളി പംപ്ഡ് ആയിരിക്കും. ഫസ്റ്റ് ഗെയിമാണ്, അവരുടെ ഹോമിലെ ഫസ്റ്റ് ഗെയിമാണ്. അപ്പോൾ അവർ ഫുള്ളി പംപ്ഡ് ആയിരിക്കും. ഫുൾ പ്രസ്സിങ്ങും അവർ മാക്സിമം ഡോമിനേറ്റ് ചെയ്യാൻ നോക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ അത് ബോൾ നമ്മുടെ പ്ലേയേഴ്സിന്റെ ക്വാളിറ്റി കൊണ്ട് നമുക്ക് ബോൾ നമ്മളെ തന്നെ കിട്ടും. ബട്ട് ചാൻസ് കൂടുതലാണ്. നമുക്ക് ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ആ കളിയിൽ. സോ ലെറ്റ്സ് സീ. ഹോപ്പ്ഫുള്ളി ഇപ്പം എന്താ പറയാ, അറ്റാക്കിംഗ് ലൈനപ്പ് ഒക്കെ ഏകദേശം വലിയ വ്യത്യാസമൊന്നും ഇല്ല. നമ്മൾ കഴിഞ്ഞ സീസൺ പോയ അതേ അറ്റാക്കിംഗ് ലൈനപ്പാണ്. ഹാവേർട്സ് പറഞ്ഞ പോലെ ഒരു സ്കോറിംഗ് പോസിബിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു പ്ലെയർ കറക്റ്റ് പൊസിഷനിലൊക്കെ വന്ന് നിൽക്കും. പക്ഷെ പുള്ളി ഒന്ന് നെറ്റിനകത്തോട്ട് ബോൾ ഇട്ടാ മാത്രം മതി. പക്ഷെ ഹോപ്പ്ഫുള്ളി നമുക്കന്ന് പ്രാർത്ഥിക്കാം. ബേസിക്കലി ഇറ്റ് ഈസ് എ മിഡ്ഫീൽഡ് ഗെയിം. നോക്കിക്കഴിഞ്ഞാൽ മിഡ്ഫീൽഡ് ആര് കൺട്രോൾ ചെയ്യുന്നു ആ കളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കായിരിക്കും ബേസിക്കലി വരാൻ പോകുന്നത്. അപ്പം വൂൾസിനെ കമ്പയർ ചെയ്ത് ആസ്റ്റൺ വില്ല ഈസ് മച്ച് ബെറ്റർ ടീം. സോ വൂൾസിനെതിരെയുള്ള നമ്മുടെ മിഡ്ഫീൽഡ് പെർഫോമൻസ് ആയി കഴിഞ്ഞാൽ അവർ സൂപ്പർലി ഡോമിനേറ്റ് ചെയ്യും നമ്മളെ. വൺ ലൈക്ക് പാർട്ടി ഷുഡ് ലെവലപ്പ്. റൈസ് ഫിറ്റ് ആണോ ഇല്ലയോ എന്ന് ഇതുവരെയായിട്ടും ഒരു ന്യൂസ് വന്നിട്ടില്ല. ഹോപ്പ്ഫുള്ളി ഈസ് ഫിറ്റ്. ഒരു ക്രാമ്പ് ആയിരുന്നു എന്നാണ് കേൾക്കുന്നത്. സോ ഹോപ്പ്ഫുള്ളി ഈ ഷുഡ് ബി ഫിറ്റ്. ഒഡേഗാർഡ് ഫുൾ ഫോമിലായ മീൻസ് സെയിം ഫസ്റ്റ് ഗെയിമിൽ കളിച്ച പോലെ തന്നെ ആ സെയിം ഫോം മെയിൻറ്റെയിൻ ചെയ്യുക. പാർട്ടി ഷുഡ് സ്റ്റെപ്പ് അപ്പ്. പാർട്ടി നല്ല രീതിക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. സോ അതാണ് മിഡ്ഫീൽഡ് ആണ് മെയിൻ. ആൻഡ് ആർ അറ്റാക്കിംഗ് സ്ട്രൈക്കേഴ്സ് ഫിനിഷ് ചെയ്യും. യെസ്, നമ്മളിപ്പം പണ്ട് തൊട്ടേ പറയുമായിരുന്നു പാർട്ടി ഓഡേഗാർഡ് റൈസ് മിഡ്ഫീൽഡ് കാണണം എന്നുള്ളതിന്റെ ഒരു. അപ്പം ഇപ്പൊ ഈ അടുത്ത മാച്ചിൽ നമുക്ക് മിക്കവാറും കാണാൻ പോകുന്നത് തന്നെയായിരിക്കും. ഈ പാർട്ടി ഓഡേഗാർഡ് റൈസും അപ്പുറത്തെ സൈഡില് ഒനാന ടിലമെൻസും മെഗിനും ആയിരിക്കും. സോ കമ്പാരിറ്റീവ്ലി നമുക്ക് നോക്കുകയാണെങ്കിൽ ഏത് രീതിയിൽ നോക്കിയാലും പ്ലെയർ ഫോർ പ്ലെയർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ക്വാഡ് ഈസ് മിഡ്ഫീൽഡ് ഷുഡ് ഡോമിനേറ്റ് അല്ലെ. അവിടെ പാർട്ടി എന്ന് പറഞ്ഞ പ്ലെയറിന്റെ ആ ഒരു പുള്ളി അവിടെ കറക്റ്റ് അത്ലറ്റിസിസം ഉണ്ട് പുള്ളിയുടെ. അത് കുറഞ്ഞു പോയത് കൊണ്ട് തന്നെ എനിക്കൊരു ഡൗട്ടാണ് എങ്ങനെയായിരിക്കും ഇനി ആർട്ടിറ്റയുടെ ഒരു സ്റ്റൈൽ വെച്ചിട്ട് പുള്ളി ചിലപ്പോൾ ആ കളിയിൽ ജോർജിന്യോനെ ഇറക്കിയെന്ന് വരും. നമുക്കറിയാലോ ആർട്ടിറ്റ ഒരു ചിന്തിക്കുന്ന രീതി വേറെ. പുള്ളി സ്ക്വാഡിനനുസരിച്ചും ഫോർമേഷൻ അനുസരിച്ചും ഒക്കെ പുള്ളി ചെയ്തോളൂ. അപ്പം ബിഗ് ഗെയിംസിൽ പലപ്പോഴും ജോർജിനെ ഇറക്കി കണ്ടിട്ടുമുണ്ട് നമ്മള്. ബ്രോന്റെ അഭിപ്രായം എന്താ? ജോർജിനെ ഇറക്കാൻ ചാൻസ് ഉണ്ടോ? അതോ ജോർജിന്യോ ആണെങ്കിൽ പോലും ഹി ഹാസ് മിസ്റ്റേക്സ് ഇൻ ഹിം. അവന്റെ കയ്യിൽ മിസ്റ്റേക്സ് ഉണ്ട്. ഇപ്പം കമ്പാരിറ്റീവ്ലി ക്ലാസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ പാർട്ടി ആണ് ബെറ്റർ ഇൻ ദ സിറ്റുവേഷൻ. ബട്ട് ഫോം വൈസ് നോക്കിക്കഴിഞ്ഞാൽ മേ ബി ഗോയിങ് വിത്ത് ജോർജിന്യോ ഒരു നല്ല ഓപ്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ആർച്ചെറ്റ ഫസ്റ്റ് ഗെയിമിന്റെ ആ ഒരു ഒറ്റ പെർഫോമൻസ് വെച്ചിട്ട് ഐ ഡോണ്ട് തിങ്ക് ആർച്ചെറ്റ ആ ലൈനപ്പ് മാറ്റും എന്ന് തോന്നുന്നില്ല. അൺലെസ് ആൻഡ് അൺടിൽ എനിക്ക് തോന്നുന്ന ഒരു ചേഞ്ച് വാട്ട് ഐ ഫീൽ ഇസ് ടിംബർ മൈറ്റ് കം ഇൻ ഇൻസ്റ്റെഡ് ഓഫ് ഇവൻ സിൻചെങ്കോ. അതൊരു ചാൻസ് പോസിബിലിറ്റി ഓർ ചാൻസസ് ഞാൻ ഹൈലി കാണുന്നുണ്ട്. അതെ. സോ ഈവൺ ഇഫ് ഈ മെഗിൻ മിഡ്ഫീൽഡിൽ കളിക്കുവാണെങ്കിൽ തന്നെ അവൻ ചെയ്യുന്ന റൺസ് ആണെങ്കിൽ പോലും പിന്നെ ഫിസിക്കാലിറ്റി ആണെങ്കിൽ നോക്കിക്കഴിഞ്ഞാലും കമ്പാരിറ്റീവ്ലി അത് നോക്കുമ്പം പാർട്ടി ആണെങ്കിലും ടിംബർ ആണെങ്കിലും നമ്മൾ ഇൻവേർട്ടഡ് ആയിട്ടാണ് ലെഫ്റ്റ് ബാക്ക് കളിക്കുന്നത് ബേസിക്കലി എപ്പോഴും നമ്മൾ. അപ്പം ഒരു ഡിഫെൻസീവ്ലി സ്ട്രോങ് ആവുന്ന ഒരു പ്ലെയർ അവിടെ വരുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. സിൻചെങ്കോനെ കൊണ്ട് ഡിഫെൻസീവ്ലി അവിടെ ക്ലോസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഒത്തിരി സംശയമുണ്ട്. സോ എനിക്ക് അവിടെയാണ് എനിക്ക് ഡൗട്ട് ജോർജിനിയോനെ കളിപ്പിക്കുക എന്നുള്ളത്. അതായത് ടിംബറിനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫിസിക്കൽ ടൈപ്പ് ലെഫ്റ്റ് ബാക്കിനെയാണ് ആർട്ടിറ്റ
ഇറക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു മിഡ്ഫീൽഡിൽ ഇതുപോലെ ഒരു ജോർജിനിയോനെ ഇറക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട്. കാരണം അതാ എനിക്ക് തോന്നുന്നു മേ ബി പുള്ളിയുടെ ഒരു രീതി വെച്ചിട്ട് അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പാർട്ടി ഇറങ്ങുമ്പോഴൊക്കെ സിൻചെങ്കോ ആണ് മിഡിൽ വരെ ലെഫ്റ്റ് ബാക്കിൽ നിന്ന് ഇൻവേർട്ട് ചെയ്തൊക്കെ കളിക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പം ടിംബർ ഇറങ്ങുമ്പോൾ ഇനി പാർട്ടി തന്നെയാണോ അറിയില്ല. അതാണ് ഞാൻ കുറച്ചുകൂടെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ക്വാഡാണത്. ബട്ട് നെവർലെസ് നമുക്ക് ഈവൻ ജോർജിനോ ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല വിൽ ബി ടു മച്ച്. അവര് പ്രസ് ചെയ്യും. ജോർജിനിയോക്ക് അത്യാവശ്യം നല്ല ലൈൻ ബ്രേക്കിംഗ് പാസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോ ഇറ്റ് ഇസ് എൻ അവേ ഗെയിം. അപ്പം നമ്മൾ ഇത്തിരി കോഷ്യസ് ആയിട്ടായിരിക്കും കളിക്കുന്നത്. ഫുൾ ഓൺ അറ്റാക്കോ നമ്മൾ ഫുൾ ഓൺ പ്രസ്സിങ് ചെയ്യില്ല. പ്രസ് റെസിസ്റ്റന്റ് ആവണം നമ്മൾ. അവര് ഫുൾ ഓൺ പ്രസ്സിങ് അറ്റാക്കും ആയിരിക്കണം. ബിക്കോസ് ദെയർ ഫസ്റ്റ് ഹോം ഗെയിം. കഴിഞ്ഞ സീസൺ നമ്മളെ 2 കളി തോപ്പിച്ചതിന്റെ ആ കോൺഫിഡൻസ്. പിന്നെ ഉനായ് എംറി എന്നൊരു കോച്ച് ഇങ്ങനത്തെ ഒരു ഗെയിംസിന് ടാക്ടിക്കലി പുള്ളി സെറ്റ് ചെയ്യുന്ന ടീം അങ്ങനെ ആയിരിക്കും. കാരണം പുള്ളി ഫുൾ ഓൺ അറ്റാക്ക് ചെയ്തെന്നും പറഞ്ഞ ഡിഫെൻസീവ് സൈഡ് അങ്ങനെ അത്രയും ലോ ആക്കില്ല. കൗണ്ടർ അറ്റാക്ക് പോസിബിലിറ്റീസ് വെച്ചിട്ടായിരിക്കും ഇനീഷ്യലി പ്രസ് ചെയ്യുന്നുണ്ടെങ്കിലും കൗണ്ടർ അറ്റാക്ക് ആയിരിക്കും ആദ്യം അവരുടെ ഫോക്കസ്. പിന്നെ നമ്മൾ പ്രസ് റെസിസ്റ്റന്റ് അല്ല, നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെങ്കിലായിരിക്കും അവര് മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കതാ പറയുന്നത്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഫസ്റ്റ് സ്കോർ ചെയ്തില്ലെങ്കിലാണ് എനിക്ക് ടെൻഷൻ. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് അവിടെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സ്കോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും മെന്റലി ഡെഡ് ആവും. പിന്നെ സെക്കൻഡ് ഹാഫിൽ സ്കോർ ചെയ്യുന്ന കാര്യം ഭയങ്കര ലക്ക് പോലും. പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയിട്ട് കളിച്ചു തുടങ്ങും. പിന്നെ നമ്മൾ ഭയങ്കര ഗോൾ അടിക്കാൻ വേണ്ടി കളിച്ച് ചാൻസസ് ക്രിയേറ്റ് ആവാണ്ട് വരും. അപ്പൊ ആ നാച്ചുറൽ ഗെയിം ചിലപ്പോൾ കളിക്കാൻ പറ്റത്തില്ല നമുക്ക്. അപ്പൊ ഫസ്റ്റ് ഹാഫിൽ കിട്ടുന്ന ചാൻസ് സ്കോർ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കളി നമുക്ക് ജയിക്കാൻ പറ്റും. വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട്. ഓഫ് കോഴ്സ് ചാൻസസ് കൺസീഡ് ചെയ്യും. പക്ഷെ ഡിഫൻസിൽ നമുക്ക് അത്യാവശ്യം വിശ്വാസമുണ്ട്. കഴിഞ്ഞ സീസൺ ഉണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ സ്കോർ ചെയ്തിരുന്നെങ്കിൽ കളിയുടെ ഒരു രീതി മാറിയേനെ കഴിഞ്ഞ സീസൺ. പക്ഷെ കഴിഞ്ഞ സീസണിലാണെ പോലും ലൈക്ക് നമ്മൾ ഡിസർവിംഗ് ആയിട്ടുള്ള ഗോൾസ് പോലും ചിലത് തന്നില്ല. ദർ വാസ് എ സിറ്റുവേഷൻ നമ്മൾ ഗോൾ ലൈൻ ഒരു എൻകെറ്റിയുടെ ഒരു ടച്ച് ഉണ്ടായി വിച്ച് വാസ് നോട്ട് ഓഫ് സൈഡ്. അത് അങ്ങനത്തെ കേസസ് റെഫറിംഗ് മിസ്റ്റേക്സ് ഓക്കെ ഫൈൻ, ഐ ഡോണ്ട് കെയർ. അത് നമ്മളിപ്പം അത് ചിന്തിച്ചിട്ട് കാര്യമില്ല. പക്ഷെ കിട്ടുന്ന ചാൻസ് ഇപ്പം ഫിനിഷ് ചെയ്യുക, അതാണ് മെയിൻ ഗോൾ. ഇപ്പൊ ഹാവാർഡ്സ് ആണ് ഫസ്റ്റ് ഗെയിമിൽ ഫിനിഷ് ചെയ്ത ചാൻസസ് ആണെങ്കിൽ പോലും ദെയർ വർ അതർ ചാൻസസ്. അത് അവിടെയാണ് ക്ലിനിക്കലായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഗുണമാവും. കാരണം ഇപ്പൊ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആസ്റ്റൺ വില്ല ഈസ് വൺ ഓഫ് ദ ടീം ഹു ആർ കമ്പീറ്റിംഗ് ഫോർ ടോപ്പ് 4 അല്ലേ? അപ്പം അവര് ടോപ്പ് 4 കണ്ടന്റേഴ്സ് ആണ്. പിന്നെ അവരുടെ മെയിൻ അറ്റാക്കിംഗ് ത്രെട്ട് നോക്കിക്കഴിഞ്ഞാൽ 2 അവരുടെ വിങ്ങർ ആയിട്ടുള്ള ഇവൻ ഞാൻ ഇപ്പൊ അവരുടെ കഴിഞ്ഞ ഗെയിമിലെ ലൈനപ്പ് നോക്കുമായിരുന്നു. ബെയ്ലി എന്ന് പറഞ്ഞൊരു പ്ലെയർ പ്ലസ് വാട്കിൻസ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബോൾ എത്ര കൺട്രോൾ ചെയ്തെന്നാലും അവരൊരു കൗണ്ടർ ചെയ്തിട്ട് വാട്കിൻസിന്റെ ഒരു ഗോൾ ഉണ്ടായി. അവര് പ്രോപ്പർ കൗണ്ടർ അറ്റാക്ക്, ഒരു ഗോൾ, പ്രോപ്പർ സ്ട്രൈക്കർ ഫിനിഷർ ഗോൾ. അതെ, അതേ സെയിം സിറ്റുവേഷനില് മാർട്ടിനെല്ലിക്ക് അങ്ങനെ 2-3 ചാൻസസ് കിട്ടിയ ഗെയിംസ് പലതും ഉണ്ട്. ആസ്റ്റൺ വില്ല അല്ല, വേറെ പല ഗെയിംസിൽ അങ്ങനെയുണ്ട്. അത് മിസ്സാക്കിയതുകൊണ്ട്. അങ്ങനത്തെ ചാൻസസ് വരും. നമുക്കൊരു കൗണ്ടർ കിട്ടുമ്പം ആ ചാൻസസ് എടുക്കുക. ലൈക്ക് ഇഫ് യു ഗെറ്റ് 3 ചാൻസസ് ഔട്ട് ഓഫ് 3 2 ഫിനിഷ് ചെയ്യണം എന്നൊരു ഫോക്കസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഗെയിം സിമ്പിൾ ആയിട്ട് ജയിക്കാം. പേപ്പർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ആർസണലിസ് ബെഞ്ച് വൈസ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് 11 ആണെങ്കിൽ പോലും much stronger compared to Aston Villa. But confidence wise, recent past games നോക്കിക്കഴിഞ്ഞാൽ they are one step ahead. ഓക്കെ, നമ്മളിപ്പോ പ്ലെയർ വൈസും സ്ക്വാഡ് വൈസും ഒക്കെ നമ്മൾ അത്യാവശ്യം ഡോമിനന്റ് ആണ് നമുക്ക് അറിയാം. കാരണം വി എക്സ്പെക്ട് ടു വിൻ അല്ലെ? നമ്മൾ അവേ ആണെങ്കിലും അവർ ടോപ്പ് 3 കോമ്പീറ്റ് ആണെങ്കിലും വി എക്സ്പെക്ട് ടു വിൻ. പക്ഷെ ഈയിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചർച്ച ട്വിറ്ററിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ പടർന്നു കിട്ടുന്നുണ്ടായിരുന്നു. അതായത് ബേസിക്കലി അത് നമ്മുടെ കോച്ചസ്മാരെ കമ്പയർ ചെയ്തിട്ടുള്ളൊരു കോച്ചുകളെ കമ്പയർ ചെയ്തിട്ടുള്ളൊരു ഡിസ്കഷൻ ആയിരുന്നു. അത് റൈവൽ ഫാൻസിലോട്ടും ഭയങ്കര
ഡിസ്കഷനിലേക്കൊക്കെ എത്തി. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ഉനായ് എമറി നമ്മുടെ ആർട്ടറ്റയ്ക്ക് മുമ്പ് വന്ന കോച്ചാണ് ഉനായ് എമറി. നമുക്ക് 1.5 സീസൺ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആർട്ടറ്റ വന്നു. സോ അവര് കമ്പയർ ചെയ്യുന്നത് ഉനായ് എമറി ആണോ ആർട്ടറ്റ ആണോ ബെറ്റർ എന്നുള്ള രീതിയിലാണ് കമ്പയർ ചെയ്യുന്നത്. ബ്രോയുടെ ഒരു എന്താണ് അഭിപ്രായം? ആ ഒരു കമ്പാരിസണിൽ തന്നെ അഭിപ്രായം എന്താ? കമ്പാരിസൺ തന്നെ ലൈക്ക് ഉനായ് എമറിയുടെ സ്റ്റൈലിലൊരു നല്ലൊരു കോച്ചാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സോ ലൈക്ക് വിലറിയാലിനൊക്കെ ട്രോഫി ലൈക്ക് യൂറോപ്പ അങ്ങനത്തെ ട്രോഫീസ് ഒക്കെ നേടിക്കൊടുക്കാൻ, ലൈക്ക് ട്രോഫി ബേസ്ഡ് ഇങ്ങനെ ഇപ്പം ചാമ്പ്യൻസ് ലീഗ്, യൂറോപ്പ ലീഗ് അങ്ങനത്തെ ഗെയിംസിന്, കപ്പ് ഗെയിംസിന് വരുമ്പം പുള്ളിക്ക് ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ട്, ടീം വൈസ് ആണെങ്കിലും എന്താണെങ്കിലും. ബട്ട് ആസ് എ കോച്ച് വൈസ് ബിൽഡിങ് എ ടീം, അതൊന്നും ഉനായ് എമറിനെ കൊണ്ട് പറ്റിയിട്ടില്ല. ലൈക്ക് ഉനായ് എമറിയുടെ കാലത്തുണ്ടായ സെയിം പ്ലെയേഴ്സ്, ഓൾമോസ്റ്റ് 90% ഓഫ് ദ സെയിം പ്ലെയേഴ്സ് ആയിരുന്നു ആർട്ടറ്റയ്ക്ക് കിട്ടിയത്. സോ വിനോ ഉനായ് എമറിനെ സാക്ക് ചെയ്തിട്ടാണ് ആർട്ടറ്റനെ കൊണ്ടുവന്നത്. ആ സെയിം സെറ്റ് ഓഫ് പ്ലെയേഴ്സിനെ മൊത്തം റീവാമ്പ് ചെയ്യാൻ പറ്റി. റീവാമ്പ് ചെയ്തിട്ട് നമ്മൾ എയ്ത്ത് ഫിനിഷ് ചെയ്ത്, 5th സെക്കൻഡ്, 2 പ്രാവശ്യം നമ്മൾ സെക്കൻഡ് ഫിനിഷ് ചെയ്തു. ആ 2 സെക്കൻഡ് ഫിനിഷ് ചെയ്ത സിറ്റുവേഷൻസ് നോക്കിയാൽ പോലും നമ്മൾ കഴിഞ്ഞതിന്റെ മുന്നത്തെ സീസൺ ബോട്ടിലേഴ്സ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാം. ലൈക്ക് നമ്മൾ കിട്ടിയ ചാൻസ് നമ്മൾ മുന്നിൽ നിന്ന് നമ്മളായിട്ട് തോറ്റ കുറച്ച് കളികൾ കാരണം പോയി. ബട്ട് കഴിഞ്ഞ സീസൺ കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ മോർ നമ്പർ ഓഫ് ഗോൾസ് ടിൽ ദ ലാസ്റ്റ് ഗെയിം. ലാസ്റ്റ് ഗെയിമിലെ ഫസ്റ്റ് ഹാഫ് വരെ നമുക്കൊരു ചാൻസ് ഉണ്ടെന്ന് നമ്മൾ ഫീൽ ചെയ്തായിരുന്നു. ദാറ്റ് ഈസ് നോട്ട് കൺസിഡർഡ് ആസ് ബോട്ട്ലിംഗ്. ബോട്ട്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ തോക്കേണ്ട കളിയൊന്നും തോറ്റിട്ടില്ല. ലാസ്റ്റ് 10 ഗെയിംസിൽ നമ്മുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ആസ്റ്റൺ വില്ല ഒഴികെ ബാക്കി എല്ലാ കളിയും നമ്മൾ ജയിക്കുകയും ചെയ്തു, മെയിൻറ്റെയിൻ ചെയ്തു. സോ പിന്നെ ചെറിയ പ്ലെയേഴ്സിനെ കൊണ്ടുവന്നു, പിന്നെ ടീമിന്റെ മൊറാല് നശിപ്പിക്കുന്ന പ്ലെയേഴ്സിനെ റൈറ്റ് ആൻഡ് ഔട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. പക്ഷെ സോ ആ ഒരു ടീം ബിൽഡ് ചെയ്യുക. പക്ഷെ അപ്പോഴും ഇപ്പൊ ചോദിക്കുമ്പം നമ്മള് ആൾക്കാർ ഒരു ഡിസ്കഷൻസിലും ഫോറംസിലും ഒക്കെ നമ്മൾ കാണുമ്പം ആസ് എ കോച്ച് നമുക്ക് ഞാൻ ഏജ് വെച്ച് കമ്പയർ ചെയ്യില്ല. കാരണം എക്സ്പീരിയൻസ് വെച്ചിട്ട് ഡെഫിനറ്റ്ലി ഉനായ് എമറി ഈസ് മൈൽസ് അപ്പാർട്ട് അല്ലെ. ഉനായ് എമറിക്ക് ഏകദേശം ഒരു മിനിമം 10 to 15 ഇയേഴ്സ്. ഉനായ് എമറിക്ക് എക്സ്പീരിയൻസ് എന്തോരുണ്ട് ആസ് എ കോച്ച്? എക്സാക്ട്ലി, അതാ ഞാൻ പറയാം. ആസ് എ കോച്ച് പുള്ളിക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ഉള്ള ഒരു കോച്ചാണ്. പക്ഷെ അത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും ആർസണലിന്റെ ഒരു സ്ക്വാഡ് അന്ന് ബിൽഡ് ചെയ്യാൻ പറ്റിയില്ല. ഈവൻ അന്നത്തെ ആ വർഷം നമ്മുടെ ഫൈനലില് ചെൽസിയോട് അന്നൊരു ബാക്കുവിൽ വെച്ചിട്ട് യൂറോപ്പ ലീഗ് ഫൈനൽ തോറ്റായിരുന്നു. അത് ഭയങ്കര ഒരു വലിയൊരു നാണക്കേടായിരുന്നു. അന്നത്തെ ടോപ്പ് 4 ഈസി ആയിട്ട് കയറേണ്ട ടോപ്പ് 4 ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആർസണലിൽ പുള്ളി ഒരു ഫെയിലിയർ തന്നെയായിരുന്നു. സോ അത് ഒരു അത് സത്യമായ ഒരു കാര്യമാണ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പം നമ്മൾ ആ കോണ്ടെക്സ്റ്റിൽ വേണം കമ്പയർ ചെയ്യാൻ. അതല്ലാതെ പുള്ളി അല്ല, എല്ലാരും കമ്പയർ ചെയ്യുന്നത് ഒറ്റ ആസ്റ്റൺ വില്ലയിൽ ചെയ്ത ഒരു ഒറ്റ സീസൺ കൊണ്ട് ആർട്ടറ്റ ചെയ്ത 4 സീസണിന്റെ ഇത് വെച്ച് കമ്പയർ ചെയ്യുക. ലെറ്റ് ഹിം പ്രൂവ് 4 years. അതെ, പ്രഷർ വരുന്ന സിറ്റുവേഷനിൽ ഉനായ് എമറി ഡെലിവറി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഒബ്വിയസ്ലി വിലറിയാൽ സെവിയയ്ക്കൊക്കെ വേണ്ടി ട്രോഫി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ദീസ് ആർ നോട്ട് എന്താ പറയാ ഗ്ലോബൽ ഫാൻ ബേസ് ഉള്ള അത്ര പ്രഷർ ഉള്ള ടീമുകളല്ല വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ടീമില് ഒരു യൂറോപ്പ ലീഗ് അടിക്കുക എന്ന് പറഞ്ഞാൽ എന്നിട്ട് നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യുന്നത് ഐ ഡോണ്ട് ഫീൽ ഇറ്റ് ഈസ് ഫെയർ. സിമ്പിൾ ഫെയറിന്റെ അല്ല ഞാൻ ചോദിക്കട്ടെ. നീ ഗ്ലോബൽ ബേസ് ഫാൻ ബേസോ വിലറിയാൽ ഒന്നും എടുക്കണ്ട. കഴിഞ്ഞ സീസണോ കമ്പയർ ജസ്റ്റ് 2 ക്ലബ്സ്, ആർസണൽ, ആസ്റ്റൺ വില്ല. ആസ്റ്റൺ വില്ല എന്നൊരു ക്ലബിന്റെ അടുത്തുള്ള എക്സ്പെക്ടേഷൻസോ ലൈക്ക് അവര് ഫിനിഷ് ചെയ്യണം എന്നൊരു, അവർക്ക് ബേസിക്കലി ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടാവില്ലോ. എല്ലാ മീൻസ് പണ്ഡിറ്റ്സിനും എല്ലാവർക്കും ഒരു എക്സ്പെക്ടേഷൻസ് അവർ സെറ്റ് ചെയ്യുമല്ലോ. അവർക്ക് ഒരു എക്സ്പെക്ടേഷൻ ഇല്ല. ലൈക്ക് ടോപ്പ് 10 മേ ബി ടോപ്പ് 6, ടോപ്പ് 8 അതാണ് അവരുടെ ഇനീഷ്യൽ എക്സ്പെക്ടേഷൻ. കഴിഞ്ഞ സീസണ് മുന്നേ ഉള്ള കാര്യമാണ് പറയുന്നത്. അതുവരെ അവർക്ക് എക്സ്പെക്ടേഷൻ ടോപ്പ് 6, ടോപ്പ് 8 അതേ ഉള്ളൂ. പക്ഷെ ഏത് കാലത്തും ഫാൻ ബേസ് വെച്ച് നോക്കിയാൽ തന്നെ ആർസണൽ എന്നൊരു ബിഗ് ക്ലബിന് ബേസിക് മിനിമം എക്സ്പെക്ടേഷൻ തന്നെ വെക്കുന്നത് ടോപ്പ് 4.
ആ ടോപ്പ് അത്രയും പ്രഷറൈസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കോച്ച് വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ടോപ്പ് 4 ആൻഡ് ട്രോഫി ആണ് എപ്പോഴും ഒരു സമയത്ത് നമ്മുടെ എക്സ്പെക്ടേഷൻ, നമ്മൾ ഏറ്റവും ലോവസ്റ്റ് ആയി പോലും നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന ആസ് എ ഫാൻ ബേസ്. പക്ഷെ ദെൻ ഇവൻ വെൻ വി കെയിം ഡൗൺ, അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഒരു വർഷം നമുക്കൊരു റീസെറ്റ് അടിക്കാണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി. അപ്പൊ വി ലോവർഡ് അവർ എക്സ്പെക്ടേഷൻസ് അവിടുന്ന്. അപ്പൊ അത് ലോ സ്റ്റാൻഡേർഡ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെ ലോ സ്റ്റാൻഡേർഡ്സ് എക്സ്പെക്ട് ചെയ്തല്ല. ബിക്കോസ് ടു മൂവ് ഫോർവേഡ് നമുക്ക് അവിടുന്ന് ഒരു ഇത് വേണം, നമുക്കൊരു ഗ്രൗണ്ട് ബിൽഡ് ചെയ്യണം. ഇപ്പോഴും നീ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആർച്ചറ്റ് അടുത്തുള്ള എക്സ്പെക്ടേഷൻ ടു വിൻ ദ ലീഗ് എന്ന് അടുത്ത് പോയിട്ടുള്ള എക്സ്പെക്ടേഷൻ ടു വിൻ ദ ലീഗ് അല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ടോപ്പ് 4 ഫോർ ആസ്റ്റൺ വില്ല കണ്ടിന്യൂസ്ലി 2 സീസൺസ് എന്നുള്ള സീൻ. ആൻഡ് അതർ തിങ് ഈസ് കഴിഞ്ഞ സീസൺ വി ഹാഡ് ചാമ്പ്യൻസ് ലീഗ്. ആ എക്സ്ട്രാ ഗെയിംസും അത് മിഡ് വീക്ക് ഗെയിംസ് എക്സ്ട്രാ കളിച്ചിട്ടാണ് നമ്മൾ ടോപ്പ് 2 ഫിനിഷ് ചെയ്തത്. ലെറ്റ്സ് സീ, ആസ്റ്റൺ വില്ലക്ക് ഈ സീസൺ ചാമ്പ്യൻസ് ലീഗ് ഉണ്ടല്ലോ, ആ ഗെയിംസും വെച്ചിട്ട് ഹൗ വിൽ യു ഫെയർ ഇൻ നമ്മുടെ പ്രീമിയർ ലീഗ് ആൻഡ് ചാമ്പ്യൻസ് ലീഗ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ഉനൈ എമറിനെ വെച്ച് കമ്പയർ ചെയ്ത് ആൾക്കാർക്ക് ലൈക്ക് ദെയർ ക്യാൻ ബി എ പോയിന്റ്, എന്തെങ്കിലും അവർക്ക് പോയിന്റ് പറയാനുണ്ട്. ഇപ്പം ചുമ്മാ വരുന്ന ആർച്ചറ്റിനെ കുറ്റം പറയാൻ എന്നൊരു സിറ്റുവേഷൻ നമ്മൾ ഡിനൈ ചെയ്യുന്നില്ല, ഉനൈ എമറി മോശം കോച്ചാണെന്നും പറയുന്നില്ല. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ കോണ്ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് എന്താണ് എന്നും കൂടെ നോക്കിയിട്ട് കമ്പയർ ചെയ്യണം. അതല്ലാതെ വെറുതെ ഒരു ചുമ്മാ സ്റ്റാറ്റ്സ് ഇറക്കുക എന്ന് പറഞ്ഞാൽ 4 വർഷം വെറും 4 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ചിനെയാണ് നമ്മളൊരു ഇത്ര ഒരു വെറ്ററൻ ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പം ഡെഫിനറ്റ്ലി നോ പോയിന്റ് ഇൻ ദാറ്റ്. സോ ഈ അതേ സമയത്ത് നമുക്ക് വേണം പറയാം, ഉനൈ എമറിയുടെ ഒരു ഫേമസ് ലോസ് എന്ന് പറയുന്നത് ആ PSG മാനേജർ ആയിരുന്ന സമയത്ത് എന്താ റമോട്ടാൻഡ എന്ന് പറഞ്ഞ ഫേമസ് ബാഴ്സലോണയുടെ വിക്ടറി ഉണ്ടായിരുന്നല്ലോ 6-5, ഓർമ്മയില്ലേ? സെർജി റോബർട്ടോ ഫസ്റ്റ് ലെഗിൽ 4-0 സെക്കൻഡ് ലെഗിൽ അവർക്ക് ഫസ്റ്റ് ഗോൾ അവരടിച്ചു 1-1 ആക്കി. 5-1 ആയിരുന്നു അഗ്രിഗേറ്റ്. സ്റ്റിൽ ദേ ലോസ്. അപ്പൊ അങ്ങനെ ഒരു ഷോ അതാരും പറയില്ല ഇപ്പൊ. അതാണ്. അപ്പൊ നമ്മുടെ ചെൽസി ഗെയിമോ, ചെൽസി ആയിട്ട് ഫൈനൽ തോറ്റത് 4. ചെൽസി ആയിട്ട് ഫൈനൽ തോറ്റ്. അതേപോലെ നമ്മൾ ആ സ്ട്രീക്ക് ഓർമ്മയില്ലേ, ടോപ്പ് 4 നമ്മൾ ഈസി ആയിട്ട് കയറേണ്ട ടോപ്പ് 4 നമ്മൾ ബോട്ടിൽ ചെയ്തു. ലാസ്റ്റ് 15 ഗെയിംസിൽ എന്തോ നമുക്ക് വിൻസേ കുറവായിരുന്നു. ഇല്ലായിരുന്നു, കാരണം എവർട്ടനായിട്ടൊക്കെ തോറ്റു ആണ് എന്റെ ഓർമ്മ. എവർട്ടനായിട്ട് തോറ്റു, അങ്ങനെ കുറെ ആവശ്യമില്ലാത്ത കളികളൊക്കെ തോറ്റ് നമുക്ക് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുന്ന കളികളായിരുന്നു അത്. അങ്ങനെ 2 വഴികളും ചാമ്പ്യൻസ് ലീഗ് കയറാനുള്ള 2 വഴിയും ഈസി ആയിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പറ്റില്ല. പിന്നെ ആ ഒരു സിറ്റുവേഷൻ നോക്കി കഴിഞ്ഞാൽ തന്നെ സിമ്പിൾ ആയിട്ട് നോക്കിയോ, പെപ് ഗോർഡിയോള എന്നൊരു മാനേജർ സിറ്റിനെ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പം ഇത്രയും ഗെയിംസ് എക്സ്പീരിയൻസ് ഉള്ള ഒരു മാനേജറിന് ആ പ്ലേയേഴ്സിനെ വെച്ച് സിറ്റിക്കെതിരെ ജയിക്കാൻ പറ്റിയിട്ടില്ല. ആർച്ചറ്റ കഴിഞ്ഞ സീസണിൽ തോറ്റിട്ടില്ല സിറ്റി ആയിട്ട് കഴിഞ്ഞ സീസൺ. ഹ്യൂജ് ഇംപ്രൂവ്മെന്റ് ആയിരുന്നില്ലേ? ആ പ്ലെയർ മെന്റാലിറ്റി ചേഞ്ചസ് തന്നെ വരുത്തി. ക്ലബിന്റെ അറ്റ്മോസ്ഫിയർ ലൈക്ക് പണ്ടത്തെ കാലത്തൊക്കെ 2018-19 ആ റേഞ്ചസിലൊക്കെ നോക്കുമ്പോൾ ഫാൻസ് സ്റ്റേഡിയത്തിൽ തന്നെ മീൻസ് പ്ലെയേഴ്സിനെ ക്രൂശിക്കുന്നു, തമ്മിലടി, അങ്ങനത്തെ. ഇപ്പൊ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഇപ്പൊ ഗെയിം വരുമ്പം ഇതിപ്പോ ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഫ്രൈഡേ, അപ്പം നമുക്കൊരു എക്സ്പെക്ടേഷൻ ആണ്, നാളെ കളിയുണ്ടല്ലോ, എന്താകും. ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. നമ്മുടെ ടീമിന്റെ കളി കാണണം എന്നുള്ള ക്യൂരിയോസിറ്റി ഫാൻസ് ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഇപ്പം നമുക്കൊരു മോട്ടിവേഷൻ തന്നെ. ഇപ്പം ലെറ്റ്സ് 2018-19 നമ്മൾ ചിന്തിച്ചും കൂടിയില്ല ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങണം. നമ്മുടെ ക്ലബിന്റെ ആ സക്സസ്, ആ ഹാപ്പിനെസ് നമുക്ക് വന്നേ പിന്നെയാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് തന്നെ ശരിക്കും ബിൽഡായത് തന്നെ. അപ്പം ആ ഒരു ചേഞ്ച് അറ്റ്മോസ്ഫിയർ, ക്ലബ് പ്ലെയേഴ്സ് തമ്മിലുള്ള കോർഡിനേഷൻ തന്നെ നോക്കിയോ. അപ്പം ഒരുത്തൻ ഇപ്പൊ തമ്മിലാണ് തന്നെ ഒരുത്തൻ അവിടെ നിന്ന് ഫുട്ബോൾ ഗെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആരും കൺട്രോൾ ചെയ്യുന്നില്ല ആരെയും. എല്ലാവരുടെയും വിഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട്, വിച്ച് ഇസ് ഗുഡ് തിങ്. അതാണ് ആർച്ചറ്റയുടെ ക്വാളിറ്റി. ദാറ്റ് ഡസ് നോട്ട് മീൻ ആർച്ചറ്റ ഹാസ് പ്രൂവ്ഡ് എവറിത്തിങ്. ആർച്ചറ്റ ഇനിയും പ്രൂവ് ചെയ്യാനുണ്ട്. കപ്പ് നേടണം, ചാമ്പ്യൻസ് ലീഗിൽ പ്രൂവ് ചെയ്യണം, പ്രീമിയർ ലീഗിൽ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അത് തന്നെയാണ്, കപ്പ് വിൽ മാറ്റർ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ കപ്പ് വിൽ മാറ്റർ. ഇല്ലെങ്കിൽ പുള്ളിയും പൊച്ചറ്റീനും ഒക്കെ ഒരേ ബ്രാക്കറ്റിലേ വരത്തുള്ളൂ. നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോ പുള്ളി ട്രോഫി അടിച്ചില്ലെങ്കിൽ ദെൻ ഇറ്റ്സ്
നമുക്ക് പറയാം. ഓക്കെ, വി ഹാഡ് ഇപ്പൊ നമ്മൾ 2015 നമ്മൾ ക്ലോസ് ആയിട്ട് വന്നതെന്നൊക്കെ ഓസിൽ ഉണ്ടായിരുന്ന ടൈമിൽ നമ്മള് സെക്കൻഡ്, പക്ഷെ അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ നമ്മൾ ഡോമിനന്റ് ആണ്. പക്ഷെ ഇറ്റ്സ് സെയിം തിങ്, ട്രോഫി ഇല്ലല്ലോ. സോ നമുക്ക് അതില് കൂടുതൽ പറയാനൊന്നും പറ്റില്ല. അപ്പൊ ജസ്റ്റ് ആർട്ടറ്റയുടെ കാര്യം പറയുമ്പോൾ ചെറുതായിട്ട് റൂമർ ഒക്കെ കേട്ടായിരുന്നു. ആർട്ടറ്റ വിൽ ബി എക്സ്റ്റെൻഡിങ് ദ കോൺട്രാക്ട് എന്ന് കേട്ടു. പുള്ളി ആർച്ചിറ്റ എന്റെ ഒരു അഭിപ്രായത്തിൽ ആർച്ചിറ്റ വോണ്ട് ലീവ് ദ ക്ലബ് അൺലെസ് ആൻഡ് അൺടിൽ ഈസ് ഫോഴ്സ്ഡ് ടു മൂവ്, ഓർ ഒരു ചാമ്പ്യൻസ് ലീഗോ പ്രീമിയർ ലീഗ് ഒക്കെ നേടിക്കഴിഞ്ഞിട്ട് ഹി വിൽ ലീവ് ദ ക്ലബ്. ലൈക്ക് ഹി ഈസ് പാഷനേറ്റ് ഫോർ അവർ ക്ലബ്. സോ അത് കാരണം പുള്ളി എന്തായാലും കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. സോ അതിലെനിക്ക് പേടിയോ ഒന്നുമില്ല. വേറൊരു ക്ലബും വന്നിട്ട് ആർച്ചറ്റ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പോകാനൊന്നും ആർച്ചറ്റ റെഡി അല്ല എന്ന് ഫോർ ഷുവർ. അത് ഇതാണ്. അപ്പം പിന്നെ അപ്പം സോറി, ചാർജ് തീർന്നു. എന്തായാലും നമുക്കിപ്പം നാളത്തെ കളിയിൽ എനിക്കൊരു ലൈക്ക് ഫിയർ ഓഫ് സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ട് ഒന്നാമത് ലെസ് കോൺഫിഡന്റ് ആണ്. അപ്പൊ മെറീനോയുടെ സൈനിങ് വന്നു കഴിഞ്ഞാൽ എന്താകും? ലൈക്ക് ആ ഒരു സൈനിങ് വന്നല്ലോ. സോ പാർട്ടിയുടെ മൈൻഡിൽ എന്താണ് എന്നിപ്പം ചില പ്ലെയേഴ്സിന് അതൊരു മോട്ടിവേഷൻ ആകാം. ഒരു പ്ലെയറിനെ സൈൻ ചെയ്തു, എനിക്കൊരു കോമ്പറ്റീഷൻ ആയി. മേ ബി അടുത്ത സിറ്റുവേഷൻ എന്നെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലെയർ വരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്ന് നെഗറ്റീവ് സൈഡിലോട്ട് പോവാണ്ട് പാർട്ടി കളിക്കണം എന്നൊരു ഇതുണ്ട്. നമുക്ക് അത് പറയുന്ന പോലെ പറയാൻ പറ്റില്ല. ഓരോ പ്ലേയേഴ്സ് എങ്ങനെ അത് പ്രഷർ ഹാൻഡിൽ ചെയ്യുന്നു, അവരെങ്ങനെ. പിന്നെ പാട്ടയുടെ ലാസ്റ്റ് ഇയർ ആണ്, കോൺട്രാക്ടിലെ ലാസ്റ്റ് ഇയർ ആണ്. പുള്ളി ഇത് കഴിഞ്ഞിട്ട് ഫ്രീ ഏജന്റ് ആയിട്ട് പോകാനുള്ള പ്ലാൻ ആയിരിക്കും. ഓർ മേ ബി വിൽ കൺസിഡർ സെല്ലിങ് ഹിം ടു എനി സൗദി ക്ലബ്സ് ഇൻ വിന്റർ ട്രാൻസ്ഫറിൽ ചിലപ്പോൾ നല്ല ഓഫർ എന്ന്, ചിലപ്പം അങ്ങനെ ഇഫ് വി ഗെറ്റ് സേ ഫോർ 10 to 12 million കിട്ടിയാൽ ചിലപ്പം ഇറ്റ്സ് ഗുഡ് മണി. അതുകൊണ്ട് വിൽ സി. അപ്പൊ എന്തായാലും നമുക്ക് ഒരു പ്രഡിക്ഷൻ ടൈമിലോട്ട് പതുക്കെ പോവാം. ആസ്റ്റൺ വില്ല ബ്രോയുടെ പ്രഡിക്ഷൻ എന്താണ്? എന്റെ പ്രഡിക്ഷൻ സ്റ്റിൽ 2-0. 2-0 ക്ലീൻ ഷീറ്റ്, റിവെഞ്ച് കംപ്ലീഷൻ, പാർട്ട് 1 നോട്ട് കംപ്ലീറ്റഡ്, പാർട്ട് 1 റിവെഞ്ച് കംപ്ലീഷൻ. അവരുടെ ഹോമിൽ പോയിട്ട് ലൈക്ക് നമ്മുടെ അവിടെ വന്നിട്ട് ലൈക്ക് ഡബിൾ ചെയ്യണമെന്നാണ് ഈ പ്രാവശ്യം എന്റെ ഒരു ആഗ്രഹം അവരുടെ മേളിൽ. സോ ഫസ്റ്റ് 2-0. സെയിം. ഞാൻ ആദ്യം 2-0 പറയണോ 1-0 പറയണോ എനിക്ക് അറിയില്ല. ബട്ട് ഐ വിൽ ഗോ ഫോർ 1-0. ആക്ച്വലി 1-0 എനിക്ക് തോന്നുന്നത്. കാരണം നമ്മള് ചാൻസ് ക്രിയേറ്റ് ചെയ്യും, പക്ഷെ പറഞ്ഞ പോലെ സ്കോർ ചെയ്യാൻ കുറച്ച് പാടുപെടും. പക്ഷെ വിൽ സംഹൗ സ്കോർ എന്ന് എന്റെ മനസ്സ് പറയുന്നു. സ്കോർ എന്തായാലും ചെയ്യും. ഐ എക്സ്പെക്ട് ലൈക്ക് എന്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ദിസ് ടൈം മാർട്ടിനെല്ലി മൈറ്റ് ഷൈൻ. മാർട്ടിനെല്ലിയുടെ വക ഒരു ഗോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മേ ബി ഒഡെഗാർഡ് ആൻഡ് മാർട്ടിനെല്ലി വിൽ സ്കോർ. പിന്നെ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് കോർണർ ഗോൾസ്, സെറ്റ് പീസ് ഗോൾസ് ചിലപ്പോൾ ചാൻസ് ഉണ്ട്. കാരണം ഹൈറ്റ് അഡ്വാൻറ്റേജ് നമുക്ക് കൂടുതലാണ്. സോ അതൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, ഹോപ്പ്ഫുള്ളി മെറീനോയും അവരൊക്കെ ബെഞ്ചിലുണ്ടാവും തോന്നുന്നു. കാലഫിയോറി, ടിംബർ അവരെല്ലാരും ഉണ്ടാവും. പിന്നെ ടിംബർ ഇറങ്ങുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. എനിവേ, അപ്പൊ നമ്മളൊരു പോസിറ്റീവായിട്ട് ഹോപ്പ്ഫുള്ളി ജയിക്കാം. ആസ്റ്റൺ വില്ലയായിട്ട് നമുക്ക് പ്രഷർ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്യണം. എമി ആയിട്ടൊരു ബീഫ് ഉണ്ട്. എമി മാർട്ടീനസ് ഉണ്ട് അവിടെ. പുള്ളിക്കും ഒരു ചെറിയ കുട്ടി കൊടുക്കണം ഇടയ്ക്കുന്ന്. ബട്ട് എനിവേ, നമുക്ക് പതുക്കെ ആസ്റ്റൺ വില്ല ഗെയിമിൽ നിന്ന് നമുക്ക് പതുക്കെ മൂവ് ചെയ്ത് ട്രാൻസ്ഫേഴ്സിന്റെ ഒരു ട്രാൻസ്ഫർ ഒരുപാട് അത്യാവശ്യം കുറച്ച് ട്രാൻസ്ഫർ ഈ 2-3 ദിവസമായിട്ട് ആർസണൽ ട്രാൻസ്ഫേഴ്സ് കുറച്ച് ന്യൂസുകൾ വരുന്നുണ്ട്. ഇന്നത്തെ ഹോട്ട് ന്യൂസ് ഈസ് മെറീനോ, ഹിയർ വി ഗോ. ഫാബ്രിസിയോ റൊമാനോ കൺഫേം ചെയ്തു ആർസണൽ ഹാസ് സൈൻഡ് ഡീൽ അഗ്രീഡ് ആയി റിയൽ സോസിഡാഡ്. സോ ഏകദേശം 27+5 32 million, 27+5 ആഡ് ഓൺസ് ആണ്. 32 million ആണ് ഡീൽ കംപ്ലീറ്റ് ചെയ്തത്. ഹാപ്പി ആണോ ബ്രോ? ഈ പുള്ളിയുടെ ഏജും കോൺട്രാക്ട് 4 years ആണ് കോൺട്രാക്ട്. അപ്പം ഹാപ്പി ആണോ? എന്താണ്? ഏജ് 28 അല്ലേ ഉള്ളൂ. ലൈക്ക് ഈസ് ഇൻ ഹിസ് പ്രൈം. പിന്നെ
ഒരു എക്സ്പീരിയൻസ് ലെവൽ നമുക്ക് ആവശ്യമാണ് മിഡ്ഫീൽഡിൽ. മിഡ്ഫീൽഡിൽ കയറിയിട്ട് ഒരു യങ്സ്റ്ററിനെ ഇറക്കിയിട്ട് നമുക്ക് കാര്യമില്ല. എസ്പെഷ്യലി ഈ സീസൺ നമുക്ക് എക്സ്പീരിയൻസ് ഈ പ്രാവശ്യം സത്യം പറഞ്ഞാൽ വേണം. അപ്പം വേൾഡ് കപ്പ് അല്ല, യൂറോസിൽ അവന്റെ മെറീനോട് കളി കണ്ടിട്ട് ലൈക്ക് സബായിട്ട് ഇറങ്ങിയാണെങ്കിലും ഹി വാസ് ഗുഡ്, അജൈലാണ്, ഫാസ്റ്റ് ആണ്. അപ്പം നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൽ ലൈക്ക് ഹോപ്പ്ഫുള്ളി മാർട്ടിനിലേക്ക് കൂടുതൽ സപ്പോർട്ടായിട്ട് കിട്ടി, മോർ അറ്റാക്കിംഗ് വൈസ്. ആൻഡ് പുള്ളി റൺസ് നടത്തുന്നുണ്ട് ബോക്സിലോട്ട് നല്ല രീതിക്ക്. ഇപ്പം റൺസ് നടത്തി ഹെഡർ ക്ലെയിം ചെയ്യാനാണെങ്കിലും ഒക്കെ പുള്ളി ഫാസ്റ്റ് ആണ്. കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ പുള്ളി അങ്ങനത്തെ റൺസ് ഒക്കെ നടത്തുന്നുണ്ട്. സോ ഹോപ്പ്ഫുള്ളി നല്ലൊരു സൈനിങ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. സെയിം. ഞാനും 28 years. ഞാൻ ആദ്യം റൂമേഴ്സ് ഒക്കെ വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. 17 million എന്നൊക്കെ ആയിരുന്നു ആദ്യം പറഞ്ഞത്. 19 million 17 million ഓർ 20, അങ്ങനെ റൈസിങ് അപ് ടു 21 million എന്നൊക്കെയാ പറഞ്ഞത് ഒരേ സമയത്ത്. ഇനി ഈ ഡീൽ കുറെ നാളായിട്ട് ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഇതൊന്ന് ഫൈനലൈസ് ക്ലബിൽ നിന്ന് ഫൈനലൈസ് ആയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഫാബ്രിസിയോ കൺഫേം ചെയ്തു, ഡേവിഡ് ഓൺസ്റ്റീൻ കൺഫേം ചെയ്തു. സോ ഇറ്റ്സ് എ ഡീൽ ഡൺ. 27+5 ഞാൻ എന്താ പറയാ, നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണോന്ന് ചോദിച്ചാൽ എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. കാരണം ചിലപ്പം ഞാൻ കളി കണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയർ ആയിരിക്കും. ഭയങ്കര ഫങ്ഷണൽ പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഷാക്കയെ പോലെ ഉള്ളൊരു ഫങ്ഷൻ, ആ ലെഫ്റ്റ് സൈഡ് വർക്കാക്കാൻ വേണ്ടി, അത് റൺ ആക്കാൻ വേണ്ടി വരുന്നൊരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഇപ്പോഴത്തെ റൈസിന്റെ 8th പൊസിഷൻ മാറി മെറീനോ അവിടെ വരും. റൈസ് 6 മാറും തന്നെയാണ് ഇനി എനിക്ക് തോന്നുന്നതും. സോ ഹോപ്പ്ഫുള്ളി. ബട്ട് ഇൻട്രസ്റ്റിംഗ് സ്റ്റഫ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് പൊസിഷനിൽ പുള്ളിയുടെ സ്റ്റാറ്റ്സ് ഭീകരമാണ് ആക്ച്വലി. പുള്ളിയുടെ സ്റ്റാറ്റ്സ് വെച്ചിട്ട് കഴിഞ്ഞ സീസണിൽ ലാലിഗയിൽ ഏകദേശം 326 ഡുവൽസ് പുള്ളി വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. യൂറോപ്പ് ടോപ്പ് 5 ലീഗിൽ എടുത്തു കഴിഞ്ഞാൽ 29 മോർ ദാൻ എനി പ്ലെയർ ഇൻ യൂറോപ്പ് ടോപ്പ് 5 ലീഗ്സ്. നമ്മള് മറ്റേ ഡോക്യുമെന്ററിയിലൊക്കെ കണ്ട അറിയാം, ആർട്ടറ്റയ്ക്ക് വേണ്ടത് ഗോൾ അടിക്കുന്ന ആളല്ല, ഡുവൽ വിൻ ചെയ്യുന്ന ആളാണ്. വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിസ്റ്ററി വൈസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പ്ലെയേഴ്സിനെയൊക്കെ സൈൻ ചെയ്ത് ഡുവൽസ് വിൻ ചെയ്യുന്നു, ഭയങ്കര ഫിസിക്കാലിറ്റി ആണ്, ഇതുണ്ട്, ഇഞ്ചറി ലെസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ആർസണലിൽ വരുമ്പോഴത്തേക്കും ഇഞ്ചറി ഇല്ലാത്തതിനെ പോലും ഇഞ്ചറി ഉണ്ടാക്കും. അതാണ് എന്റെ മെയിൻ കൺസേൺ. ഇപ്പൊ പാർട്ടി ആണെങ്കിലും ആർസണലിൽ വന്നപ്പം, ആർസണൽ വരുന്ന സമയത്ത് ഹി വാസ് നോട്ട് അറ്റ് ഓൾ ഇഞ്ചേർഡ്. 1-2 ഗെയിം മിസ്സായി എന്നല്ലാണ്ട് ഇവിടെ വന്നിട്ട് ഗെയിം ഏറ്റവും കൂടുതൽ മിസ്സാക്കിയത് പാർട്ടിയാണ്. അതിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് വിഷമം വരും. അതിലാണ് ഇഞ്ചറി വൈസ് ഇഞ്ചറി വരാണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പം കറന്റ്ലി കുറെ പ്ലേയേഴ്സ് അങ്ങനെ മെയിൻറ്റെയിൻ ആവുന്നുണ്ട്. ഫിംഗേഴ്സ് ക്രോസ്ഡ് അത് തന്നെ മെയിൻറ്റെയിൻ ആയി പോട്ടെ, അത് അത്രയ്ക്ക് ഇഞ്ചറി വരണ്ട എന്നൊരു ഇതിലാണ് നിൽക്കുന്നത്. സോ എനിക്ക് അതാണ് ഫീൽ ചെയ്യുന്നത്. നല്ലൊരു ഭയങ്കര എക്സൈറ്റിംഗ് സ്റ്റാർ സൈനിങ് അങ്ങനെയല്ല, പക്ഷെ നമുക്ക് വേണ്ട സൈനിങ് ആണ്. ആൻഡ് ഐ ലവ് ദാറ്റ് അബൌട്ട് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ട്രാൻസ്ഫർ സ്ട്രാറ്റജിയിൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ സ്റ്റാർസിനെ വാങ്ങിക്കേണ്ട ടൈമിൽ സ്റ്റാർസിനെ പോയി വാങ്ങിക്കും. റൈസിനെ പോലെ ഒരു 100 million പ്ലേയേഴ്സിനെ വാങ്ങിച്ചു. അല്ല, ഇപ്പം ഹാവേർട്സിന് നമ്മൾ പറഞ്ഞു ഓവർ പ്രൈസ്ഡ് ആയിരുന്നു കഴിഞ്ഞ സീസണിൽ. പക്ഷെ ഹി പ്രൂവ്ഡ് എവറിതിങ് റോങ് അല്ലേ. റോങ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഞെട്ടിപ്പോയി. റൈവൽസ് അടക്കം, ഫാൻസ് അടക്കം എല്ലാവരും ഞെട്ടിപ്പോയി ഇങ്ങനെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു എന്നുള്ളത്. സോ ക്രെഡിറ്റ് ടു ആർട്ടറ്റ. അതിനകത്തൊക്കെ നമുക്കൊന്നും പറയാനില്ല. സോ അതുപോലൊരു പ്ലെയർ തന്നെ ആയിരിക്കും മെറീനോ എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം വരുന്നത്. പിന്നെ ഒരു സിസ്റ്റം വർക്ക് ആവുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വേറെ അത്യാവശ്യം ഒരു നല്ലൊരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ പുള്ളി എക്സൽ ആവും എന്നുള്ളത് തന്നെയാണ്. പിന്നെ ബ്രോ പറഞ്ഞ പോലെ ഇഞ്ചറി ഒന്ന് സൂക്ഷിച്ച് എല്ലാം ഒന്ന് കളി സെറ്റായ വി ഹാവ് ഗോട്ട് എ വെരി ഗുഡ് പ്ലെയർ ഇൻ അവർ ഹാൻഡ്സ്. ഓവർ പ്രൈസ്ഡ് എന്ന് പറയുന്നത് ഹാവേഴ്സിനൊക്കെ കുറെ കാലം മുന്നേ വലുതായിട്ട് ഓവർ പ്രൈസ്ഡ് എന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്ത് നടന്ന ഒരു പ്ലെയർ ആയിരുന്നു ബെൻ വൈറ്റ്. സീരിയസ്ലി അതിപ്പം ആ പ്രൈസ് 50 million ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവൻ ഈ കഴിഞ്ഞ 2 സീസണിൽ കളിച്ചിട്ട് ട്രാൻസ്ഫർ വിൻഡോയിൽ പോയി കഴിഞ്ഞാൽ ഫോർ ഷുവർ 70 million. ബ്രോ അവന്റെ അവൈലബിലിറ്റിക്ക് വേണ്ടി മാത്രം വേണം ഒരു 35 million കൊടുക്കാം. അത്ര ഫിംഗർ ടച്ച് വുഡ് ഇങ്ങനെ തന്നെ പോട്ടെ. പക്ഷെ ഈസ് വെരി വെരി എന്താ പറയാ, ഭയങ്കരമായിട്ട് ടാലന്റും
അതേസമയം ഹാർഡ് വർക്കിങ്ങും ഒരു മെന്റാലിറ്റിയും ഒരു സ്വാഗ് ഉള്ള ഒരു പ്ലെയർ ആണ്. സ്വാഗ് പ്ലെയർ ആണ്, ഓവർ സ്റ്റൈലിഷ് അല്ല, എന്ന കട്ട സ്വാഗ് ഉണ്ട്, കട്ട ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ചുമ്മാ കയറി ആർക്കും ചൊറിയാൻ പറ്റത്തില്ല. അവൻ ചൊറിഞ്ഞാലേ ഉള്ളൂ, അവന് ചൊറിയാൻ ആരും ഇല്ല സത്യം പറഞ്ഞാൽ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പോലെ. സൈലന്റ് ബുള്ളി എന്ന് പറയുന്നത് പുള്ളി അവന്റെ ഡാർക്ക് ആർട്സിന്റെ മാസ്റ്റർ. ഓക്കെ, അപ്പൊ അതാണ് ഇപ്പോഴത്തെ ന്യൂസ്. പിന്നെ പൊട്ടൻഷ്യലി നമ്മള് കേൾക്കുന്ന ഒരു ന്യൂസ് ആണ്, മേ ബി ഒരു സ്ട്രൈക്കർ ഓർ വിങ്ങർ, അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കർ ആൻഡ് വിങ്ങർ ചാൻസ് ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. ഡേവിഡ് ഓൺസ്റ്റീന്റെ ഒരു റിപ്പോർട്ട് വെച്ചിട്ട് പറയുന്നത് നമ്മളൊരു വിങ്ങറിനെ നമ്മൾ നോക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. നിക്കോ വില്യംസ് എന്ന് പറഞ്ഞ പ്ലെയറിനെ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ റിലീസ് ക്ലോസ് ഉണ്ട്. എത്ര റിലീസ് ക്ലോസ് എന്നുള്ളത് ആക്ച്വലി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ നിക്കോ വില്യംസിന് ഒരു റിലീസ് ക്ലോസ് ബിൽബാവോ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആ ട്രാൻസ്ഫർ പ്രശ്നം നടക്കുന്നു. കാരണം അപ്പൊ പുള്ളിക്ക് നമ്പർ 10 ഒക്കെ കൊടുത്തുള്ളൂ. പുള്ളി കമ്മിറ്റഡ് ആയിരിക്കും ആ ഒരു ടീമിൽ തന്നെ, കുറച്ചുകൂടി ഡെവലപ്പ് ആയിട്ട് വരാനേ നോക്കുള്ളൂ. ആസ് എ ഫുട്ബോൾ ഫാൻ ഞാനും അത് തന്നെ റെക്കമെൻഡും ചെയ്യുള്ളൂ. കാരണം ഇപ്പം ഭയങ്കര യങ് ആണ്. അപ്പൊ ഒരു സീസണും കൂടെ മേ ബി അവിടെ നിന്ന് കഴിഞ്ഞാൽ വാല്യൂ കുറച്ചുകൂടെ കൂട്ടുകയും ചെയ്യാം. സോ ബട്ട് നമ്മുടെ സ്വാർത്ഥനായ അപ്പൊ നമ്മള് വാങ്ങണമെങ്കിൽ വാല്യൂ കൂട്ടില്ല എന്ന് പറയൂല്ലോ. സ്വാർത്ഥനായ ആർസണൽ ഫാൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ കിട്ടിയാൽ നമ്മൾ ഇപ്പൊ എടുക്കും. അതാണ് നമ്മുടെ ഒരു അവസ്ഥ. പക്ഷെ എനിവേസ് അത് ഒരു പൊട്ടൻഷ്യൽ പ്ലെയർ ആണ്. പിന്നെ സ്ട്രൈക്കർ ആയിട്ട് അനദർ പ്ലെയർ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ റൂമേഴ്സ് കേൾക്കുന്നതാണ് ഒരു അറ്റ്ലാന്റയുടെ ലുക്മാൻ. കഴിഞ്ഞ യൂറോപ്പ ലീഗ് ഫൈനലിൽ ഷാബി അലോൺസോന്റെ ബയർ ലെവർകൂസനെ തരിപ്പണമാക്കി കളഞ്ഞ പ്ലെയർ ആണ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു അന്ന് കണ്ടപ്പോ. ഈ വാസ് അൺബിലീവബിൾ. കിട്ടില്ല. ഈവൻ റിയൽ മാഡ്രിഡ് ആയിട്ട് പോലും പുള്ളി നല്ലോണം കളിച്ചു. പക്ഷെ റിയൽ മാഡ്രിഡ് ഈസ് റിയൽ മാഡ്രിഡ്. അതുകൊണ്ട് സൂപ്പർ കപ്പില് പുള്ളി അറ്റ്ലാന്റ കപ്പ് എടുത്തില്ല. ബട്ട് ഹി വാസ് റിയലി ഗുഡ് പ്ലെയർ. യുവർ ബ്രോന്റെ തോട്ട്സ് ഓൺ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫേഴ്സിൽ ഞാനിപ്പം അത്രയ്ക്ക് ഫോക്കസ്ഡ് അല്ല. പക്ഷെ ആ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫർ ഔട്ടിൽ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുള്ളതാണ് എഡി എൻകെറ്റിയ. 25 million to 30 million ട്രാൻസ്ഫർ ഫീസ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പൊട്ടൻഷ്യൽ പ്ലെയർ ആയി മാറിക്കൊണ്ടിരിക്കുന്നു കേൾക്കുന്നു. ഹോപ്പ്ഫുള്ളി അത് നടക്കുന്നു. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആർ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞു കേട്ടു. ഹോപ്പ്ഫുള്ളി അത് കഴിഞ്ഞാൽ ഇത് നമ്മൾ അല്ലാതെ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, ദിസ് ഈസ് ദ ഇഫ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ബൈസ് എൻകെറ്റിയ ഫോർ 30 million, എഡുവിന്റെ കരിയറിലെ പോർട്ട്ഫോളിയോയില് ടോപ്പ് ആയിട്ട് വെക്കേണ്ട ഒരു സ്റ്റാറ്റ്സ് ആയിരിക്കും അത്. പോയിന്റ് ആയിരിക്കും. അതായത് ഫോർ 30 million ടു ടോപ്പ് 6 ക്ലബ് പോലും അല്ല, സെക്കൻഡ് ഹാഫ് കിടക്കുന്ന ടേബിളിന് 30 million കൊടുത്തെങ്കിൽ അതൊരു അപാര സ്കില്ല് തന്നെയാണ്. അതൊക്കെ ഒന്നും പറയാനില്ല അതിനകത്ത്. കാരണം അത് മറക്കരുത്, ആ പേര് മറക്കരുത്. എൻകെറ്റിയ നോ ഡിസ്റെസ്പെക്ട്. എനിക്ക് പുള്ളി അവിടെ ചെയ്തിട്ട് നല്ലതായിട്ട് കളിക്കുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈസ് എ വെരി ഗുഡ്. അവരുടെ ഒരു ടീമിന്റെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഐ തിങ്ക് ഹി വിൽ സ്കോർ ഗോൾസ്. പക്ഷെ നമുക്കറിയാം, എനിക്ക് 15 million മേളിൽ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. സോ മാർഷയിൽ 23 million കൊണ്ട് തന്നപ്പം ഈ വാങ്ങിച്ചിട്ട് പോടെ എന്ന് പറയാനുള്ളതിന് വി സ്റ്റേഡ് ഇൻ ദാറ്റ് ബിസിനസ്. നമ്മള് അപ്പോഴും ഫേം ആയിട്ട് നിന്നു. സോ ഹോപ്പ്ഫുള്ളി നിന്നിന്റെ ഫ്രൂട്ട്ഫുൾനെസ് സെല്ല് ചെയ്യണം. കംപ്ലീറ്റ് ആയാലേ അതിന്റെ ഒരു ഔട്ട്കം നമുക്ക് ഹാപ്പി ആവാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ലൈക്ക് ബെഞ്ചിൽ വെച്ചിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ലൈക്ക് ഇപ്പൊ അവിടെ ചെൽസിയുടെ അവസ്ഥ ഉണ്ടല്ലേ, ചാകരയാണ്. 100-200 പ്ലേയേഴ്സാണ് അവരുടെ ഉള്ളത്. ആരെ കളിപ്പിക്കണം, ആര് കളിക്കും, ആരെ ടീമിലിടണം, അവർക്ക് ഒരു പിടുത്തമില്ല. ഒരു പൊസിഷനിങ് 5-6 പേര് വെച്ചാണ് അവർക്കുള്ളത്. ബട്ട് യൂട്ടിലൈസ് ആവുന്നുണ്ട്, ആരും യൂട്ടിലൈസ് ആവുന്നില്ല. അതുപോലെ പ്ലേയേഴ്സ് നമ്മുടെ ഇവിടെ സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കരുത്. ലൈക്ക് ഈവൻ എൻകെറ്റിയുടെ കരിയറിന് അതാണ് നല്ലത്. ലൈക്ക് ഗോയിങ് ടു എ ഡിഫറെന്റ് ക്ലബ്, ഗെയിം ടൈം കിട്ടും. കാരണം നമുക്കറിയാമല്ലോ, നമുക്കൊരു പ്ലെയറിന്റെ മൂവ്മെന്റും ഒരു പ്ലെയറിന്റെ ഒരു ചാൻസ് കിട്ടുമ്പോ എങ്ങനെ മീൻസ് ഇമ്പ്രൂവ് ആവുമ്പോൾ നമുക്കറിയാം പുള്ളിയിൽ ഒരു എന്തുകൊണ്ട്. ഇപ്പൊ മാർട്ടിനെല്ലിയുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം
പുള്ളിക്ക് ഉണ്ട്, സംഭവം ഉണ്ട്. നമുക്ക് അത് പുള്ളി ജസ്റ്റ് ഒന്ന് Refine ഫോക്കസ് ചെയ്തതാണ്. ചെയ്ത സാധനം റെഡിയാണ്. അവിടെ ഒരു ഹെവി പ്രോഡിജിയാണ്. എൻഗിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് അറിയാം, ഈ വർക്ക്സ് ഹാർഡ് അതെല്ലാം ഉണ്ട്. ആർട്ടറ്റയുടെ മെയിൻ ആയിട്ട് ഇത്രയും നാളെ നിൽക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് പുള്ളി ട്രെയിനിങ്ങിൽ അപാര ഹാർഡ് വർക്കിംഗ് ആണ്. പുള്ളി ട്രാക്ക് ചെയ്യും, ബോൾ ട്രാക്ക് ചെയ്യും നല്ലോണം, അത്യാവശ്യം നല്ല രീതിക്ക് ഫിസിക്കാലിറ്റി ബോൾ ഹോൾഡ് ചെയ്യും. സോ ഡെഫിനറ്റ്ലി അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു ഇത്ര നാളും ഇവിടെ നിന്നത്. അപ്പം ഇനിയും ഇപ്പൊ ഇത്ര നല്ലൊരു പ്രൈസ് കിട്ടി കഴിഞ്ഞാൽ ഇനിയിപ്പോ നമുക്ക് വേറെ ഒന്നും ചെയ്യില്ലല്ലോ. സോ ഓൾ ദി ബെസ്റ്റ് ടു എഡി. സോ ഹോപ്പ്ഫുള്ളി നമുക്കെതിരെ അടിക്കരുത് പ്ലീസ്. പൊതുവെ അങ്ങനെയാണ് കണ്ടുവരുന്നത്, പക്ഷെ നീ അങ്ങനെ ചെയ്യരുത്. യെസ്, അതാണ് ഇപ്പോഴത്തെ, ഇതൊക്കെയായിരുന്നു ഇപ്പൊ ഉള്ളതിലൊരു ഹോട്ട് ന്യൂസുകളാണ് ഇതെല്ലാം. അപ്പം അങ്ങനെ നമ്മള് ഒരു 1 വീക്ക് കഴിഞ്ഞു. 1 വീക്ക് കഴിഞ്ഞ് ഇപ്പം ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോ എനിക്കൊന്ന് 1 വീക്ക് ആവാറായി. ആൻഡ് ദിസ് ഈസ് അവർ 3rd പോഡ്കാസ്റ്റ്. ആൻഡ് ഇതുവരെ നമുക്ക് ഇപ്പം പെട്ടെന്ന് നമുക്കൊരു ചെറിയ രീതിയിലാണെങ്കിൽ നമുക്ക് പലയിടത്തും സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് വി ആർ ആക്ച്വലി വെരി ഹാപ്പി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം പലരും കമന്റ്സും ലൈക്സും ഒക്കെ നമ്മള് അധികം ഷെയർ ചെയ്യാണ്ട് തന്നെ ആർസണൽ ഫാൻസിന്റെ ഒരു കമ്മ്യൂണിറ്റി വന്ന് നമുക്ക് ഇത്ര സപ്പോർട്ട് തരുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നമുക്കപ്പം മനസ്സിലാവും എത്രമാത്രം വലുതാണ് ഈ ക്ലബ്, എത്രമാത്രം വലുത് അതിന്റെ ഫാൻ ബേസ് എന്നൊക്കെ ഉള്ളത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്ന വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ പറയുമ്പോഴേ നമുക്കും അതിൽ ഇൻവോൾവ് ആവാൻ പറ്റുള്ളൂ. നമുക്കൊരു കമ്മ്യൂണിറ്റി ആസ് വി ക്യാൻ മൂവ് ഫോർവേഡ് അല്ലെ. അത് തന്നെയാണ് ഇതിന്റെ ഈ ചാനലിന്റെ ഉദ്ദേശവും. സോ ഡെഫിനറ്റ്ലി വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ബെൽ നോട്ടിഫിക്കേഷനും കൂടെ ഉണ്ട്. സോ ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ഇടുന്ന ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. സോ അപ്പോ നമുക്ക് ഇന്നത്തെ കാണുന്ന എല്ലാവർക്കും സ്കോർ പ്രൊഡിക്ഷൻസും കൂടെ ചാറ്റിലിടാം. സോ നമുക്ക് അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ട്. ഇപ്പൊ കാണുന്നവരെല്ലാരും അപ്പൊ ഒരു ഇതുണ്ടാവും. നമ്മളൊരു അറിയാം പോളോ അങ്ങനെ എന്തെങ്കിലും നോക്കട്ടെ. നമ്മളിത് പഠിച്ചു വരുന്നതും കൂടെ ഉള്ളു. ഓക്കെ, സോ നമുക്ക് അപ്പം ഇന്നത്തെ പോഡ്കാസ്റ്റ് പതുക്കെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിനിയും കാണാം. ശനിയാഴ്ച മാച്ചിന് മുമ്പായിട്ടൊരു ഡിസ്കഷൻ വെക്കാം. അപ്പം നമുക്ക് മാച്ച് സ്ക്വാഡിന്റെ അന്നത്തെ മാച്ച് ഡേ സ്ക്വാഡും റിയാക്ഷനും പിന്നെ ഒരു പോസ്റ്റ് മാച്ച് റിയാക്ഷൻ ഒക്കെ. ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് എ ഗുഡ് പോസ്റ്റ് മാച്ച് റിയാക്ഷൻ അഗൈൻ. യെസ്, സോ അങ്ങനെ നമുക്ക് ഇന്നത്തേക്ക് പതുക്കെ സൈൻ ഓഫ് ചെയ്താലോ? ഓക്കെ, താങ്ക് യു സോ മച്ച് ദീപക് ബ്രോ ഫോർ ജോയിനിങ് ദ സ്ട്രീം. അപ്പോ നമുക്ക് എല്ലാവർക്കും സാറ്റർഡേ കാണാം. ഹാവ് എ ഗ്രേറ്റ് വീക്കെൻഡ് ആൻഡ് ഹാവ് എ ഗുഡ് നൈറ്റ്.